إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, മുസ്ലിം സഹോദരീ സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ ഗണത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാക്ക് പറഞ്ഞത് പാലിക്കുക എന്ന സ്വഭാവം മിക്ക രംഗങ്ങളിലും കാണാത്ത ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ അധികാരം ലഭിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. എന്നാൽ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ നൽകിയ വാഗ്ദാനങ്ങളിലധികവും ലംഘിക്കുന്ന ഒരു നിലപാടാണ്, ഒരു സമീപനമാണ് പൊതുവെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കരാർ ലംഘനം എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്തു മാത്രമല്ല, മനുഷ്യർ ബന്ധപ്പെടുന്ന ഒട്ടനവധി മേഖലകളിൽ നമുക്കത് കാണാൻ കഴിയും. മനുഷ്യരായ നമ്മൾ ജീവിതത്തിൽ ധാരാളക്കണക്കിന് കരാറുകൾ നിർവഹിക്കുന്നവരാണ്. മുതലാളിമാർ തൊഴിലാളികളോട് കരാർ ചെയ്യാറുണ്ട്. തൊഴിലാളികൾ
മുതലാളിമാരോട് കരാർ ചെയ്യാറുണ്ട്. വിവാഹ സന്ദർഭങ്ങളിൽ ശക്തമായ കരാറുണ്ട്. ആ കരാറിനെ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത് മീസാക്കൻ ഗലീള എന്നാണ്. ബലിഷ്ഠമായ കരാർ, ഒരിക്കലും ലംഘിക്കാൻ കഴിയാത്ത, പാടില്ലാത്ത, ശക്തമേറിയ ഒരു കരാർ എന്നാണ് വിവാഹ സമയത്ത് നിർവഹിക്കുന്ന കരാറിനെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അമ്പിയാക്കന്മാർക്ക് നുബൂവത്ത് നൽകുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് ചില കരാറുകൾ നടത്തിയിട്ടുണ്ട്. ആ കരാറിനെയും ഖുർആൻ പ്രയോഗിച്ചത് മീസാക്കൻ ഗലീള എന്നാണ്, ബലിഷ്ഠമായ കരാർ എന്നതാണ്. മനുഷ്യരായ നമ്മൾ നമ്മുടെ സമൂഹത്തിലെ പല ആളുകളോടും പലതരത്തിലുള്ള കരാറുകൾ നിർവഹിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് കോടാനക്കോടി അനുഗ്രഹങ്ങൾ നൽകി നമ്മെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത സൃഷ്ടാവായ നാഥനുമായി, അള്ളാഹുവുമായി മനുഷ്യരായ നമ്മൾ ചില കരാറുകൾ ഏർപ്പെടുന്നുണ്ട്. ഇങ്ങനെ റബ്ബുമായും മനുഷ്യരുമായും നാം ചില കരാറുകൾ ഏർപ്പെടുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം നിർവഹിക്കുന്ന കരാറുകളിൽ ഏറ്റവും ശക്തമേറിയ, ഏറ്റവും ഗൗരവമേറിയ കരാർ എന്ന് പറയുന്നത് റബ്ബുമായി ബന്ധപ്പെട്ട, അള്ളാഹുവുമായി ബന്ധപ്പെട്ട കരാറുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മളുമായി ചില കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും ഏതൊക്കെയാണ് ആ കരാർ എന്നും കൃത്യമായി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. 36-ാം അധ്യായം സൂറത്തു യാസീനിന്റെ 60-61 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായ നമ്മളോട് ചോദിക്കുകയാണ്, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, ആദം സന്തതികളെ, മനുഷ്യരെ, ഞാൻ നിങ്ങളുമായി ചില കരാറുകൾ ഏർപ്പെട്ടിട്ടില്ലേ? റബ്ബ് ചോദിക്കുകയാണ്, അലം അഹദ് ഇലൈക്കും, നിങ്ങളോട് ഞാൻ കരാറിൽ ഏർപ്പെട്ടിട്ടില്ലേ? യാ ബനി ആദം, ആദം സന്തതികളെ, മനുഷ്യരെ. എന്താണ് കരാർ? അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ ഒരിക്കലും പിശാചിന് ഇബാദത്ത് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും പിശാചിന് ഇഷ്ടമുള്ള ഇബാദാത്തുകൾ, ആരാധനകൾ ചെയ്യരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും അവൻ പിശാച് നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രുവാണ്. വഅനിഅ്ബുദൂനി, എനിക്ക് മാത്രം നിങ്ങൾ ആരാധനകൾ അർപ്പിക്കണം. ഹാദാ സിറാത്തും മുസ്തഖീം, അതാകുന്നു നേരായ പാത, അതാകുന്നു സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ കലാമിലൂടെ അറിയിക്കുകയാണ്. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് അർപ്പിക്കണം എന്നത് അല്ലാഹു മനുഷ്യരുമായി, നമ്മളുമായി ഏർപ്പെട്ട ഒരു കരാറാണ്. പടച്ച റബ്ബിൻ്റെ അഹദാണ്, കരാറാണ് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, 5 നേരം നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 17 തവണ പടച്ച റബ്ബിന് വാക്ക് കൊടുക്കേണ്ടതുണ്ട് ഒരു മുഅ്മിൻ. എന്താണ് വാക്ക്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയുള്ളൂ. 5 വക്ത് നമസ്കരിക്കുന്ന നമ്മൾ നിർബന്ധമായും 17 തവണ പടച്ച റബ്ബിനോട് ഈ കരാർ ആവർത്തിച്ച് പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതിനു പുറമെ റവാത്തിബ് നമസ്കാരങ്ങൾ, മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതിലെല്ലാം പടച്ച റബ്ബുമായി ശക്തമായ നിരന്തരമായ കരാറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഓരോ മുഅ്മിനും, ഓരോ മുസ്ലിമും. എന്നാൽ ഈ കരാർ മഹാഭൂരിഭാഗം ആളുകളും ലംഘിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പടച്ച റബ്ബിന് ഈ വാക്ക് കൊടുക്കുമ്പോൾ അതേ മനുഷ്യർ തന്നെ, അതേ ആളുകൾ തന്നെ അല്ലാഹുവല്ലാത്ത പല പടപ്പുകളോടും ശക്തികളോടും വ്യക്തികളോടും പ്രാർത്ഥിക്കുകയും സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിൻ്റേതു മാത്രമാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിൻ്റെ കൂടെ നിങ്ങൾ ആരോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നാൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ
അള്ളാഹു വല്ലാത്തവരോട് തേടിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇക്കഴിഞ്ഞ പരിശുദ്ധ റമളാനിൽ പോലും പല പള്ളി മിനാരങ്ങളിലൂടെ ഉയർന്നു കേട്ട ബൈത്തുണ്ടായിരുന്നു. റമളാൻ 17 അന്ന് ബദിരീങ്ങളെ വിളിച്ചു തേടുന്ന ദയനീയമായ കാഴ്ച നമ്മൾ പല പള്ളികളിലൂടെ കേട്ടതാണ്. യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ ഖുൽനാദിയൻ മുസ്തൻജിദാ യാ അഹ്ല ബദ്ർ ശുഹദാ. എന്താണ് ആഹ്വാനം ചെയ്യുന്നത്? ബദർമാല ആലപിക്കുന്ന പണ്ഡിതൻ, ഉസ്താദ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ ഉത്തരം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ, ദൃഢവിശ്വാസത്തോടെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചോ, നിങ്ങൾ തേടിക്കോ. ആരോട് തേടാൻ ആഹ്വാനം? കുൽനാദിയൻ മുസ്തൻജിദാ യാ അഹ്ല ബദ്ർ ശുഹദാ, ബദറിൽ ഷഹീദായ ശുഹദാക്കളെ എന്ന് നിങ്ങൾ തേടൂ എന്നാണ് പള്ളി മിനാരങ്ങളിലൂടെ പോലും പുണ്യ റമളാനിൽ പോലും ആളുകൾ ആഹ്വാനം ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എത്രയോ ആളുകൾ മുഹ്യിദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. ഇറാഖിലെ ബാഗ്ദാദ് പട്ടണത്തിൽ അന്ത്യവിശ്രമം കൊണ്ടിരിക്കുന്ന, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ ആ മനുഷ്യനോട് നമ്മുടെ നാടുകളിൽ നിന്ന് ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. നമ്മുടെയൊക്കെ പരിസര പ്രദേശങ്ങളിൽ ധാരാളക്കണക്കിന് മക്കുബറകൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകമായി കെട്ടി ഉയർത്തിയ അവിടെയുള്ള ആളുകളുടെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദയനീയമായ ചിത്രം നമുക്ക് നേർക്കാഴ്ചയായി ഏതാനും കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ, സുജൂദുകളും റുക്കൂഉകളും നിർവഹിക്കുമ്പോൾ, പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീർ വീഴാത്ത മനുഷ്യർ മക്കുബറകളിൽ പോകുമ്പോൾ, നുരുമ്പിയ എല്ലുകൾക്ക് മുമ്പിൽ പോയി സുജൂദുകളും റുക്കൂഉകളും നിർവഹിക്കുമ്പോൾ പൊട്ടിക്കരയുന്ന ദയനീയമായ ചിത്രം നേർക്കാഴ്ചയായി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവല്ലാത്ത ആളുകളോട്, അമ്പിയാക്കന്മാരോട്, ഔലിയാക്കന്മാരോട്, ശൈഖന്മാരോട് പ്രാർത്ഥിച്ചിരുന്ന, സഹായാർത്ഥന നടത്തിയിരുന്ന മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകളോട് എന്തിനാണ് നിങ്ങൾ അല്ലാഹുവല്ലാത്തവരോട് തേടുന്നത്, എന്തിനാണ് നിങ്ങൾ മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന തെറ്റായ 3 ന്യായീകരണങ്ങളെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അവർ പറഞ്ഞിരുന്ന വാദം, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചിരുന്ന ആളുകൾ. അല്ലാഹു പ്രയോഗിച്ച പ്രയോഗം ശ്രദ്ധേയമാണ്. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ, രക്ഷാധികാരികളായ ആളുകളെ സ്വീകരിച്ചിരുന്ന ആളുകൾ. അവരെന്താണ് ന്യായം പറഞ്ഞിരുന്നത്? അല്ലാഹുവിന് പുറമെയുള്ള ആളുകളോട് തേടാൻ അവർ പറഞ്ഞിരുന്ന ന്യായം എന്താ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരാനല്ലാതെ ഞങ്ങൾ അവരോട് തേടുന്നില്ല. അമ്പിയാക്കന്മാരോട്, പുണ്യപുരുഷന്മാരോട് തേടുന്നത് അവരെ ഇലാഹുകളായി സങ്കല്പിച്ചുകൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിലേക്ക് ഞങ്ങളെ അവർ അടുപ്പിച്ചു തരും, അതിനുവേണ്ടിയാണ് മഹാന്മാരായ ആളുകളോട് ഞങ്ങൾ തേടുന്നത് എന്ന് പ്രവാചകനും സ്വഹാബത്തും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകരായ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന കാരണം ഇതായിരുന്നു. രണ്ടാമത്തെ തെറ്റായ ന്യായീകരണം ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഹഉലാഇ ശുഫഖാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഈ മഹാന്മാരായ ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും, അതിനു വേണ്ടിയാണ് ഞങ്ങൾ അവരോട് തേടുന്നത്. മൂന്നാമത്തെ തെറ്റായ ന്യായീകരണം ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ, ഞങ്ങളുടെ കാരണവന്മാർ ഇങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങളുടെ വെല്ലിപ്പമാർ വഴി, വാപ്പമാർ വഴി, കാരണവന്മാർ വഴി ഞങ്ങൾ പഠിച്ച ആദർശം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ആദർശം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇന്ന് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ മക്ബറകൾ തേടി പോകുമ്പോൾ
അവിടെ കയറി ഇറങ്ങുമ്പോൾ നുരുമ്പിയ എല്ലുകളുടെ മുമ്പിൽ പ്രാർത്ഥനകൾ, സുജൂദുകൾ, റുക്കൂകൾ, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുമ്പോൾ എന്തിന് നിങ്ങളിത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതേ കാരണങ്ങൾ തന്നെയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിം സമുദായത്തിലെ ഈ രൂപത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായീകരണം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പടച്ച റബ്ബ് നമ്മളോട് നടത്തിയിട്ടുള്ള കരാർ അവന് മാത്രം ആരാധന അർപ്പിക്കണം എന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയുള്ളൂ എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കുകയാണ്. ആ വാക്കുപാലിക്കാൻ, പടച്ച റബ്ബിന് കൊടുക്കുന്ന വാക്കുപാലിക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ തയ്യാറല്ലെങ്കിൽ അതിൻ്റെ ദുരന്ത ഫലം ഇഹലോകത്തും പരലോകത്തും അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നടത്തിയിട്ടുള്ള മറ്റൊരു കരാറ് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നതാണ്. 20-ാം അധ്യായം സൂറത്തു ത്വാഹ 115-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വലഖദ് അഹിദ്നാ ഇലാ ആദമ മിൻ ഖബൽ. മുമ്പ് ഞാൻ ആദമിനോട് കരാർ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ആദിമ മനുഷ്യനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഞാൻ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഫനസിയ, ആ കരാറിനെ അദ്ദേഹം മറന്നു കളയുകയാണ് ചെയ്തത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ചരിത്രം വിശദീകരിക്കേണ്ടതില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഇണ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞയക്കുന്നത് സ്വർഗ്ഗലോകത്തേക്കാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് ജീവിക്കുമ്പോൾ ചില നിയമങ്ങൾ, ചില നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. ഒരു മരം കാണിച്ചുകൊണ്ട് റബ്ബ് പറഞ്ഞു, ആ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, ആ മരത്തിലുണ്ടാകുന്ന ഫലങ്ങൾ നിങ്ങൾ കഴിച്ചു പോകരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകുകയാണ്, കരാർ ചെയ്യുകയാണ്. എന്നാൽ പിശാചിന്റെ പ്രേരണക്ക് വശംവദനായി ആദം അലൈഹി സ്വലാത്തു വസ്സലാം വിലക്കപ്പെട്ട ഫലം കഴിക്കുകയും സ്വർഗ്ഗലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ സ്വർഗ്ഗലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് വെച്ചും ചില കരാർ നടത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ. ഇനി എന്നിൽ നിന്നും വല്ല സന്മാർഗദർശനവും വന്നെത്തുമ്പോൾ, ഇതുപോലെയുള്ള നിർദ്ദേശങ്ങൾ പടച്ച റബ്ബിങ്കിൽ നിന്നും ഉണ്ടാകുമ്പോൾ, ഫമൻ തബിയ ഹുദായ, ആ സന്മാർഗ ദർശനത്തെ ആരാണോ പിൻപറ്റുന്നതെങ്കിൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടി വരികയില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയും ഇല്ല. ഈ ഹുദയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിലായി കഴിഞ്ഞു വന്ന സമൂഹങ്ങളിലേക്ക്, പ്രവാചകന്മാരിലേക്ക് ഹുദയെ ഇറക്കിയിട്ടുണ്ട്, സന്മാർഗ ദർശനത്തെ ഇറക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഹുദ ഇറക്കിയിട്ടുണ്ട്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ആ വേദഗ്രന്ഥം യാതൊരു സംശയവുമില്ല, ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് സന്മാർഗ ദർശനമായിട്ടാണ് വിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയിട്ടുള്ളത് എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ഹുദ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്നത് പടച്ച റബ്ബ് നമ്മളോട് ഉണ്ടാക്കിയ കരാറാണ് എന്ന് ഞാനും നിങ്ങളും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 5 നേരം നമസ്കരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിന് നൽകുന്ന ഒരു വാക്കുണ്ട്, ഇന്ന സ്വലാത്തി, തീർച്ചയായും എൻ്റെ നമസ്കാരം, വനുസുക്കി, എൻ്റെ മറ്റു ആരാധനാ കർമ്മങ്ങൾ, വമഹിയായ, എൻ്റെ ജീവിതം, വമമാതി, എൻ്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ്. എന്താ നമ്മൾ അല്ലാഹുവിന് വാക്ക് കൊടുക്കുന്നത്? എൻ്റെ നമസ്കാരം, എൻ്റെ മറ്റു ആരാധനാ കർമ്മങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം ആർക്കു വേണ്ടിയാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ്. അഥവാ പടച്ച റബ്ബേ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും പടച്ച റബ്ബിന് വാക്ക് കൊടുക്കുന്നത് എങ്കിൽ ആ വാക്കിനോട് നീതി കാണിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹുദയായി, സന്മാർഗദർശനമായി, ജീവിതരേഖയായി അവതരിപ്പിച്ചു തന്നിട്ടുള്ള വിശുദ്ധ ഖുർആൻ
കൃത്യമായി പഠിക്കുകയും ഖുർആനികമായ ജീവിതം നയിക്കാൻ, ഖുർആൻ പഠിപ്പിച്ച ആദർശം മുറുകെ പിടിക്കാൻ, ഖുർആൻ പഠിപ്പിച്ച സംസ്കാരം മുറുകെ പിടിക്കാൻ, ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെ ശിരസാ വഹിക്കാൻ നമ്മൾ തയ്യാറാകണം. എങ്കിലേ നമ്മുടെ വാക്കുകൾക്ക് പടച്ച റബ്ബിന്റെ കോടതിയിൽ വിലയുണ്ടാകുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ കരാറുകൾക്കും പടച്ച റബ്ബിന്റെ കോടതിയിൽ വിലയും നിലയും ഉണ്ടാകുകയുള്ളൂ എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഞാനും നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനോടുള്ള കരാറാകട്ടെ, അതുപോലെ തന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ട കരാറുകളാകട്ടെ, ആ കരാറുകൾ പാലിച്ചാൽ ധാരാളക്കണക്കിന് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമായി തീരുമെന്ന് വിശുദ്ധ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത്, പരലോകത്ത് വിജയിക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ അൽ മുഫ്ലിഹൂൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ആ നല്ലവരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമായി തീരും എന്നതാണ്. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് സ്വർഗ്ഗം, ആരാണ് പരലോകത്ത് വിജയിക്കുക എന്നാണ് വിശദീകരിക്കുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിശ്വാസികൾ വിജയം പ്രാപിച്ചവരായിരിക്കുന്നു, സ്വർഗാവകാശികളായിരിക്കുന്നു. ആരാണവർ? അല്ലാഹു വിശദീകരിക്കുന്നു. അവർ നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവരാണ്, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്, സക്കാത്ത് കൃത്യമായി നൽകുന്നവരാണ്, ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഏതാനും സ്വഭാവങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു പറയുന്നു. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവർ അവരുടെ അമാനത്തുകളും അതുപോലെ തന്നെ കരാറുകളും കൃത്യമായി പൂർത്തീകരിക്കുന്നവരാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ പഠിപ്പിക്കുകയാണ്. ഇനി കരാർ പാലിച്ചാൽ, നമ്മൾ നൽകുന്ന വാക്കുകൾ മനുഷ്യരോടാണെങ്കിലും റബ്ബിനോടാണെങ്കിലും ആ കരാറുകൾ നമ്മൾ പാലിച്ചാൽ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ബുദ്ധിമാന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമായി തീരും. 13-ാം അധ്യായം സൂറത്തുർ റഅദിന്റെ 19-20 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, തീർച്ചയായും ചിന്തിക്കുന്നവരാണ് ബുദ്ധിയുള്ള ആളുകൾ. എന്നിട്ട് ആ ബുദ്ധിമാന്മാരായ ആളുകളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ്, അല്ലാഹുവോടുള്ള ബാധ്യത നിറവേറ്റുന്നവരാണ്, വലാ യൻഖുദൂനൽ മീസാഖ്, കരാറുകൾ ലംഘിക്കാത്തവരാണ്. ഇവരാണ് ബുദ്ധിയുള്ള ആളുകൾ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ കരാർ പാലിച്ചാൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമായി തീരും എന്നതാണ്. സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ ആരാണ് പുണ്യവാന്മാർ, ആരാണ് അബറാറുകൾ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യമുള്ളത്. വലാകിന്നൽ ബിർറ, മറിച്ച് പുണ്യം എന്ന് പറയുന്നത്, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയീൻ, അല്ലാഹുവിലും പരലോകത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ വആതൽ മാല അലാ ഹുബ്ബിഹി, പണത്തോട് അങ്ങേയറ്റം പ്രിയമുള്ള സമയത്തും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരാണ്. ദവിൽ ഖുർബ, അടുത്ത കുടുംബക്കാർക്ക്, വൽ യതാമ, അനാഥ മക്കൾക്ക്, വൽ മസാകിൻ, അഗതികളായ ആളുകൾക്ക്, വബിനിസ് സബീൽ, വഴിപോക്കരായ ആളുകൾക്ക്, വസ്സായിലീന, ചോദിച്ചു വരുന്ന ആളുകൾക്ക്, വഫിർ റിഖാബ്, അടിമമോചനത്തിന്, അതോടൊപ്പം തന്നെ വഅഖാമസ്സലാത്ത വആതസ്സകാത്ത്, നമസ്കാരം കൃത്യമായി അവർ നിർവഹിക്കും, അതുപോലെ തന്നെ സക്കാത്ത് കൃത്യമായി കണിശമായി നൽകും. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൽ മൂഫൂന ബിഅഹദിഹിം ഇദാ അഹദു, അവർ വല്ല കരാറുകളിലും ഏർപ്പെട്ടാൽ ആ കരാറുകൾ കൃത്യമായി അവർ നിർവഹിക്കുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം ഒത്തിണങ്ങിയവരാണ് ആര്? അൽ അബ്റാർ. വിശ്വാസ കാര്യങ്ങൾ ക്ലിയർ ആകണം. അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും പരലോകത്തിലുമൊക്കെയുള്ള വിശ്വാസം ക്ലിയർ ആയിരിക്കണം, ശക്തമായ ഈമാൻ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ധനത്തോട് ഇഷ്ടമുള്ളപ്പോൾ തന്നെ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ അർഹരായ ആളുകൾക്ക് പടച്ച റബ്ബിന്റെ മാർഗത്തിൽ അള്ളാഹു നൽകിയ ധനത്തെ ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാകണം. അതോടൊപ്പം തന്നെ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം, സക്കാത്ത് കണിശമായി നൽകണം. അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്, കരാറുകളിൽ വല്ലതും ഏർപ്പെട്ടാൽ ആ കരാറുകളെ പൂർത്തിയാക്കണം എന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വക നേട്ടങ്ങളെല്ലാം വാക്കു പറഞ്ഞത് പാലിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ
നിർവഹിക്കുന്ന കരാറുകൾ ലംഘിച്ചു കഴിഞ്ഞാലോ ഗൗരവമേറിയ താക്കീതുകളാണ് ഖുർആൻ നൽകുന്നത്. ഒന്നാമത്തെ താക്കീത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപമുണ്ടായിരിക്കും എന്നതാണ്. ഏറ്റവും മോശമായ പര്യവസാനമാണ് അവർക്കുണ്ടായിരിക്കുക എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആമുഖമായി നിങ്ങൾ ശ്രദ്ധയിൽ ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദിന്റെ 25-ാമത്തെ ആയത്തിലൂടെ 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകും എന്ന് പഠിപ്പിക്കുകയാണ്. ആരൊക്കെയാണവർ? വല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അല്ലാഹുവിനോട് കരാറുകൾ ചെയ്തതിനു ശേഷം ആ കരാറുകൾ മുറിച്ചു മാറ്റുന്ന ആളുകൾ, കരാറുകൾ ലംഘിക്കുന്ന ആളുകൾ. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, അല്ലാഹു ചേർക്കാൻ പറഞ്ഞ ചില ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ആളുകൾ. വയുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിലൂടെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന ആളുകൾ. ഈ 3 വിഭാഗത്തെ എടുത്തു പറഞ്ഞ് അല്ലാഹു പറയുന്നു, ഉലൈക ലഹുമുൽ ലഗ്ന, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. വലഹും സൂഉദ്ദാർ, ഏറ്റവും മോശമായ ഭവനമാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. വാക്കു പറഞ്ഞത് പാലിക്കാത്ത ആളുകളോട് പരലോകത്ത് അല്ലാഹു സംസാരിക്കുകയില്ല, അവരോട് സ്നേഹത്തോടെ നോക്കുകയില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സൂറ ആലു ഇമ്രാനിന്റെ 77-ാമത്തെ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഇന്നല്ലദീന യശ്തറൂന ബിഅഹദില്ലാഹി വ ഐമാനിഹിം സമനൻ ഖലീലാ, അല്ലാഹുവോടുള്ള കരാറും സ്വന്തം ശപഥങ്ങളും തുച്ഛമായ വിലക്ക് വിൽപ്പന നടത്തുന്നവരാരോ, ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, പരലോകത്ത് അവർക്ക് യാതൊരു ഓഹരിയും ഇല്ല. വലാ യുകല്ലിമുഹുമുല്ലാഹ്, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു നോക്കുകയില്ല. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വലാ യുസക്കീഹിം, അല്ലാഹു അവരെ സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന അതിശക്തമായ താക്കീതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് റബ്ബിനോട് നടത്തുന്ന കരാറാകട്ടെ, മനുഷ്യരോട് നടത്തുന്ന കരാറുകളാകട്ടെ, എല്ലാ കരാറുകളോടും നീതി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, പറയുന്ന വാക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ, വാക്കുകൾ പാലിക്കുന്നവരായി മാറാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഉത്തമദാസന്മാരുടെ ഗണത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അടുത്ത വെള്ളിയാഴ്ച പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. നിലവിലെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വിശദീകരിക്കാതെ തന്നെ ബോധ്യമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും. നമ്മുടെ രാജ്യം ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. എന്നാൽ ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശക്തമായ ആലോചനകളിലും പ്രവർത്തനങ്ങളിലുമാണ്. ഇന്ത്യ രാജ്യത്തിൽ ഏതു മതവിഭാഗക്കാർക്കും ആരാധനാലയങ്ങൾ പണിയാനും അവരുടെ ആരാധനകൾ നിർവഹിക്കുവാനും അവരുടെ മതങ്ങൾ നിർദ്ദേശിക്കുന്ന വേഷവിധാനങ്ങൾ സ്വീകരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സമീപകാലത്ത് വേദനാജനകമായ ധാരാളക്കണക്കിന് കാഴ്ചകൾ കാണാനിടയായി. ചില ആരാധനാലയങ്ങൾ അത് ക്രൈസ്തവരുടേതും അതുപോലെ തന്നെ
മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളുടേതുമൊക്കെ ആരാധനാലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അങ്ങനെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് അർപ്പിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റുകയും അവിടെ വിഗ്രഹങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് ബഹുദൈവാരാധന നിർവഹിക്കുന്ന വേദനാജനകമായ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, പ്രാർത്ഥനയോടെ അള്ളാഹുവിൻ്റെ സുന്ദരമായ ദീനിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിച്ച എത്രയോ പ്രബോധകന്മാരെ അകാരണമായി തടവറകളിലാക്കുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകൾ, അനുഭവങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ഇസ്ലാമികമായ വേഷവിധാനം സ്വീകരിക്കാനുള്ള അനുവാദം പോലുമില്ലാതെ ഇസ്ലാമികമായ വേഷം സ്വീകരിച്ച് ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുന്ന പെൺമക്കളെ തെറി വിളിച്ചുകൊണ്ടും കൂവി പ്രയാസപ്പെടുത്തിയും അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തി ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള സപ്പോർട്ട് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ച കാഴ്ചകളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്രയോ മക്കൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ച് ചില ക്യാമ്പസുകളിൽ പഠനം നടത്തി അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുന്ന സമയത്ത് പടച്ച റബ്ബിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് അള്ളാഹു ഇസ്ലാം നിർദ്ദേശിച്ച വേഷവിധാനം സ്വീകരിക്കാൻ അനുവാദം നിഷേധിക്കപ്പെടുമ്പോൾ പാതി വഴിക്ക് വെച്ച് പഠനം നടത്തിയ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വരാനിരിക്കുന്ന ഇലക്ഷനെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ വളരെ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വോട്ടിന്, ഇബാദത്തിന് നൽകുന്ന അതേ പ്രാധാന്യത്തോടെ തന്നെ ഗൗരവത്തോടെ നോക്കിക്കാണാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദുനിയാവിലെ വിഭവങ്ങളെ പിന്നാലെ ഓടി നടന്ന് വോട്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതോടൊപ്പം തന്നെ ശക്തമായി ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവരുടെ സമ്മതിദാന അവകാശം കൃത്യമായി രേഖപ്പെടുത്താൻ, അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ കൃത്യമായ ബോധവൽക്കരണങ്ങൾ നമ്മളാൽ കഴിയുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കൂടി ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ഫണ്ട് കളക്ഷൻ നമ്മുടെ ഈ പള്ളിയുടെ പരിപാലനത്തിനു വേണ്ടിയുള്ളതാണ്. ഇത് നമ്മൾ തന്നെയാണ് പരിപാലിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വീടാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റെ പരിപാലനത്തിനും നമ്മൾ പലപ്പോഴും നമുക്കൊരു ബാധ്യതയായിട്ടോ ഒരു പ്രയാസമായിട്ടോ മാറാറില്ല. എന്നാൽ പലപ്പോഴും പടച്ച റബ്ബിൻ്റെ പള്ളി, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള സ്ഥലം, അതിൻ്റെ പരിപാലനത്തിന് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട സാഹചര്യങ്ങളാണ് പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബിൻ്റെ ഭവനത്തെ പരിപാലിക്കാൻ ആത്മാർത്ഥമായി ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ രാത്രിയിലും 2 മലക്കുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. 2 മലക്കും പ്രാർത്ഥിക്കും. ഒന്നാമത്തെ മലക്കിന്റെ പ്രാർത്ഥന അല്ലാഹുമ്മ അഅ്തി മുൻഫികൻ ഖലഫ എന്നാണ്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിശ്വാസികൾക്ക് അർഹമായത് നീ പകരം നൽകണമേ എന്നതാണ് ഒരു മലക്കിന്റെ പ്രാർത്ഥന. എന്നും ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. ആരാണോ അന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്തത്, അള്ളാഹുവിന്റെ ഭവനങ്ങൾക്കാകട്ടെ, സാധുക്കളായ ആളുകൾക്കാകട്ടെ, അർഹരായ ആളുകൾക്കാകട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആര് ചെലവഴിച്ചാലും എല്ലാ ദിവസവും ആ മലക്കിന്റെ പ്രാർത്ഥന ആ മനുഷ്യന് ലഭിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിച്ച മനുഷ്യന് നീ അർഹമായത് നീ പകരം നൽകണമേ എന്ന് മലക്ക് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് മലക്കുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത? പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു മലക്ക്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയും വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമെന്നാണ്. ഇത് ഓരോ ആളുകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്ന, ദാനം ചെയ്യുന്ന ഓരോ വിശ്വാസിക്കും ആ മലക്കിന്റെ പ്രാർത്ഥന ലഭിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ മലക്കിന്റെ പ്രാർത്ഥന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു. അല്ലാഹുമ്മ അഅ്തി മുംസികൻ തലഫ, പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ നാശം നൽകണമേ എന്നാണ്. നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട്, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പിടിച്ചു വെച്ചാൽ
നാശം നൽകണമേ എന്നാണ് മലക്ക് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ മലക്കുകളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടി മാറ്റുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആലു ഇമ്രാനിന്റെ 92-ാമത്തെ ആയത്ത് അവതരിച്ച സന്ദർഭം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്തോ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നൽകാതെ നിങ്ങൾക്ക് പുണ്യവാന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടാൻ കഴിയില്ല എന്നാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഈ ആയത്ത് അവതരിച്ച വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഈ ആയത്ത് വിശദീകരിച്ചു കൊടുക്കുന്നു. ആ സദസ്സിൽ ധനികരായ സ്വഹാബിമാരുണ്ട്, ദരിദ്രരായ സ്വഹാബിമാരുമുണ്ട്. ധനികരായ പലരും ചിന്തിക്കുകയാണ്, മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആലോചിക്കുന്നത്, എനിക്കൊരുപാട് സ്വത്തുണ്ടല്ലോ, ഒരുപാട് തോട്ടമുണ്ട്, കച്ചവട ചരക്കുകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, എൻ്റെ സമ്പാദ്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തിനോടാണ് എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടി വന്നത്, അദ്ദേഹത്തിന് ബൈറുഹ എന്നു പേരുള്ള മനോഹരമായ തോട്ടമുണ്ട്. ആരും കൊതിയോടെ നോക്കിക്കാണുന്ന മനോഹരമായ സുന്ദരമായ തോട്ടം. അത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഈ ആയത്തിനനുസരിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുകയാണ്. മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് കച്ചവട ചരക്കുകളുണ്ട്, വാഹനങ്ങളുണ്ട്, ഭവനങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് അദ്ദേഹം വാഹനമായി ഉപയോഗിച്ചിരുന്ന കുതിരയായിരുന്നു. അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ആ കുതിരയെ ദാനം ചെയ്യുകയാണ്. അന്നത്തെ ഏറ്റവും മുന്തിയ ഇനം വാഹനം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സമ്പന്നർ മാത്രമാണ് കുതിരപ്പുറത്ത് യാത്ര ചെയ്തിരുന്നത്. ആ കുതിരയെ, മുന്തിയ ഇനം കുതിരയെ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുകയാണ്. കൂട്ടത്തിൽ ദരിദ്രരായ സ്വഹാബികളുമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ പരമദരിദ്രരായ സ്വഹാബത്തുമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, എൻ്റെ സ്വത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന്. തബൂക്ക് യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്തായി ലഭിച്ച അല്പം സ്ഥലമുണ്ടായിരുന്നു. അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദാനം ചെയ്യുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമാണതെന്ന് തിരിച്ചറിയുമ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നൽകാതെ പുണ്യവാന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ സ്വഹാബത്ത് ആലോചിച്ചില്ല, ആ സ്പോട്ടിൽ തന്നെ, ആ നിമിഷത്തിൽ തന്നെ പടച്ച റബ്ബിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുകയാണ്. മന്ദല്ലദി യുക്രിദുല്ലാഹ ഖർദൻ ഹസന, ആരുണ്ട് അള്ളാഹുവിന് ഏറ്റവും നല്ല രൂപത്തിൽ കടം കൊടുക്കാൻ തയ്യാറുള്ളവർ ആരുണ്ടെന്ന ഖുർആനിന്റെ ചോദ്യം ആ ആയത്ത് അവതരിച്ച വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തപ്പോൾ മഹാനായ സ്വഹാബി അബൂ ദഹ്ദാ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ആലോചിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്പത്തിന്റെ ഉടമസ്ഥനായ, യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബ്, നമുക്ക് കോടാനുകോടി അനുഗ്രഹങ്ങൾ നൽകിയ അല്ലാഹു നമ്മളോട് കടം ചോദിക്കുകയോ? അബൂ ദഹ്ദാ തയ്യാറാണ് പടച്ച റബ്ബിന്റെ മാർഗ്ഗത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന് കടം കൊടുക്കാൻ. അബൂ ദഹ്ദാ തയ്യാറാണ്. 600 ഈത്തപ്പനകളുള്ള വലിയ തോട്ടം അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ആ ആയത്തിനനുസരിച്ചുകൊണ്ട് അദ്ദേഹം ദാനം ചെയ്തതായി തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അത്തരത്തിലുള്ള ധാരാളം രംഗങ്ങൾ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് അവസരം ലഭിച്ചാൽ നമ്മൾ ചെയ്യണം. ഖുർആൻ നമുക്ക് നൽകുന്ന ഉപദേശം എന്താ? വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മരണം എന്ന യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായി അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം. എന്നാൽ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ സ്വതക്ക കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടാകും, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും, കുറ്റബോധമുണ്ടാകും. ആ സമയത്തുള്ള വിലാപം നിഷ്ഫലമായി പോകുന്ന വിലാപം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്താണ് ചില ആളുകളുടെ വിലാപം? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, റബ്ബേ അല്പസമയം ഒന്ന് പിന്തിച്ചു തരുമോ, എൻ്റെ മരണത്തെ ഒന്ന് പിന്നിലാക്കി തരുമോ? എന്തിനാ റബ്ബിനോട് സമയം ചോദിക്കുന്നത്? ഫഅസ്വദ്ദഖ, റബ്ബേ ഞാൻ സ്വതക്ക ചെയ്യാം. വഅകും മിനസ് സ്വാലിഹീൻ, ചെയ്യാൻ വിട്ടേച്ചു പോയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, അതെല്ലാം നിർവഹിക്കാൻ അല്ലാഹുവേ എനിക്ക് അല്പസമയം തരുമോ എന്നാണ്. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്നു, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അല്ലാഹു നിശ്ചയിച്ച അജലെത്തിയാൽ, സമയമെത്തിയാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തെ പിന്തിക്കുകയില്ല, മരണത്തെ പിന്നിലാക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരണപ്പെട്ട് ആറടി മണ്ണിലേക്ക് നമ്മളെ യാത്രയാക്കുമ്പോൾ 3 കഷ്ണം വെള്ള തുണികൾ മാത്രമായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക.
ബാക്കിയെല്ലാം വിട്ടേച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ്, മരണമെന്ന യാഥാർത്ഥ്യം അഭിമുഖീകരിക്കുന്നതിന് മുമ്പായി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം, നന്മകൾക്ക് കിട്ടുന്ന അവസരങ്ങളെയെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ലവരാരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും നല്ലവരെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ പഠിക്കണം, നമ്മുടെ പൊന്നുമക്കളെയും പഠിപ്പിക്കണം. ഖു അൻഫുസകും വഅഹ്ലീകും നാര. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത് സ്വന്തം ശരീരത്തെയും കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണം എന്ന് ഖുർആനിലെ നിർദ്ദേശമാണ്, അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ധാരാളം ദീനി കോളേജുകളുണ്ട്, മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഭൗതികമായ വിജ്ഞാനത്തിൽ യാതൊരു കുറവും വരാത്ത രൂപത്തിൽ ദീനു കൂടി ചേർത്തുകൊണ്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ദാറുൽ ഉലൂം അറബിക് കോളേജ് തലപ്പാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം 5 വർഷത്തെ കോഴ്സാണ്. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം അവിടെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്സ് ആൻഡ് കൊമേഴ്സ് സബ്ജക്റ്റുകളാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കലാമും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഒക്കെ അവിടെ വിശദീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ഇഹലോകവും പരലോകവും നമ്മുടെ മക്കൾക്ക് നഷ്ടമാകാത്ത രൂപത്തിലുള്ള ക്യാമ്പസുകളെ തിരഞ്ഞെടുക്കാൻ 10ാം ക്ലാസ് കഴിഞ്ഞ നമ്മുടെ പെൺമക്കളെ ആ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മൻസിയിൽ ദാറുൽ ഖൈർ എഡ്യൂക്കേഷണൽ അക്കാദമി, അവിടെ ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥാപനമുണ്ട്. അവിടെ ആർട്സ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇത്രയും സബ്ജക്റ്റുകൾ അവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതും 5 വർഷത്തെ കോഴ്സാണ്. റെസിഡൻഷ്യൽ സ്കൂളാണ്. അവിടെ ഹോസ്റ്റൽ സംവിധാനങ്ങളുണ്ട്. മക്കൾക്ക് അവിടെ ഭക്ഷണമുണ്ട്. വളരെ ചെറിയ ഒരു ഫീസേ കുട്ടികളിൽ നിന്നും വാങ്ങുന്നുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അവസ്ഥ വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മുടെ മക്കൾ പടച്ചറബിന് ശുക്ർ കാണിക്കുന്ന, പടച്ചറബിന് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മക്കളായി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലുകളായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ പള്ളിയുടെ മുകളിൽ നമ്മുടെ മദ്രസക്കും അതുപോലെ തന്നെ ദീനി വിജ്ഞാന സദസ്സുകളൊക്കെ നടത്താൻ വേണ്ടി ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 90 ലക്ഷം രൂപയാണ് ഏകദേശം അതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കാൻ നമ്മുടെ മദ്രസയിൽ നിലവിൽ 180 മക്കളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മതിയായ സൗകര്യങ്ങൾ നിലവിലുള്ള മദ്രസ സംവിധാനത്തിലില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഉദാരമായി ആ വിഷയത്തിൽ സംഭാവന ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അതിന് താല്പര്യപ്പെടുന്ന ആളുകൾ, ഉദ്ദേശിക്കുന്ന ആളുകൾ കമ്മിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ ഗണത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസികളായിക്കൊണ്ട് ഞങ്ങളോട് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, കൂട്ടുകാർ നാഥ, അവരെയും ഞങ്ങളെയും നാളെ ദിന ജന്നാത്തുൽ ഫിർദൗസ് നീ ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെടുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും നയിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين.